ഹായ് കൂട്ടുകാരെ, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു കുറിച്ച് മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മീനൊക്കെ നമ്മൾ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ നമ്മളൊരു 10 അല്ലിയോളം ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 3-4 കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ നമ്മളുടെ മീനിൻ്റെ ചാറിൽ അരപ്പ് മുകളിലും വെള്ളം താഴെയായിട്ട് കിടക്കും. അതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഉലുവയൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ മീൻകറിക്കൊക്കെ കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മീൻകറിക്ക് നല്ല ഏത് കറി വെച്ചാലും. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊരു 3 അല്ലി ചെറിയ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞത് എടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു 1/4 മുറി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള അല്ലെങ്കിൽ ഉള്ളിയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനതും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇത്ര ഏറെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്തൊക്കെ വരുന്ന തുടങ്ങിയ സമയത്ത് നമ്മളിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്തിട്ട് അരപ്പിലെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതേ രീതിയിലൊന്ന് കറി വെച്ച് വെക്കണം. പ്രത്യേക ഒരു ടേസ്റ്റാണ്. എപ്പോഴും വെക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കത്തില്ല, വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ അരപ്പിലെ വെള്ളമൊക്കെ പറ്റി അരപ്പൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ചാറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മീനൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ മീനൊക്കെ ഇത് ഇവിടെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ നമ്മളുടെ മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ മീനൊന്നും ഒരുപാട് വേവൊന്നും ഇല്ലാത്ത മീൻ, അതുകൊണ്ട് വേഗം തന്നെ വെന്ത് വരും. ആദ്യം നമ്മൾ ഉലുവയൊക്കെ പൊട്ടിച്ചുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവയും ഒന്നും പൊട്ടിക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ഇട്ടാണ് ഞാൻ എപ്പോഴും മീൻ ഫ്രൈ ചെയ്യാറുള്ളത്. കുറച്ച് ഏറെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിതിൽ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടത്തില്ല. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ മീനിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശേഷം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മീൻ കുറച്ച് മുള്ളു കൂടുതലുള്ളതുകൊണ്ട് കയ്യിൽ മുള്ളു കൊടുത്താൽ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടെ മിക്സ് ചെയ്ത് അതാണ് ഇത്രയും കളർ വരുന്നത്. ഞാനിവിടെ മീൻ ഒരുപാട് നേരമൊന്നും വെച്ചില്ല, ഒരു 10 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പാനൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ മീൻ പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഇതിൻ്റെ കൂടെ പൊടിച്ച് നിർബന്ധമുള്ളവർക്കൊന്ന് അരിഞ്ഞിട്ടിട്ട് ഉണ്ടെങ്കിൽ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ മീൻ വരും. അപ്പോൾ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മീനെല്ലാം അടിയിൽ പിടിച്ചു. എത്ര നമ്മൾ ചട്ടവും വെച്ചിട്ട് കുത്തി നോക്കിയിട്ടും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു മീൻ ഫ്രൈക്ക്. അപ്പം നമ്മളുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ നല്ല രീതിയിൽ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ശകലം ഒന്ന് അടിയിൽ പറ്റി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.